Hi all, welcome back. ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ലൊരു കോമ്പിനേഷൻ റെസിപ്പി. ഇത് ഒറോട്ടിയും പിന്നെ അതിനക്ക് പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബീഫ് കറി. അപ്പോൾ ഈ ഒറോട്ടി കൂർഗിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് ഇത്. അത് ബ്രേക്ക്ഫാസ്റ്റുക്കും ഡിന്നർക്കും സെർവ് ആക്കാൻ കഴിയുന്ന നല്ലൊരു ഫുഡ് ഇത്. അപ്പോൾ ഈ കറിയും ഈ ഒറോട്ടിയും എങ്ങനെ ആക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിന് പാകത്തിന് ഒരു 2 പച്ചമുളകും ഒരു 3 ഉള്ളി ഒരു 2 തക്കാളി. അപ്പോൾ ഇതിലേക്ക് 3 സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്ന് ബീഫിനെ വേവിച്ചെടുക്കൽ. അപ്പോൾ ബീഫിനെ ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് പാനിൽ വേണമെങ്കിലും ഈ കറി ആക്കാം. അപ്പോൾ പാനിൽ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് കുറേ ലേറ്റായി പോകും. അപ്പോൾ കുക്കർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ കറി ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ബീഫിലേക്ക് ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകെല്ലാം ഒന്ന് നല്ലോണം കയ്യിൽ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഈ കറി പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. നല്ല ഈസി ആയിട്ടുള്ളൊരു കറി ഇത്, അതേപോലെ നല്ല ടേസ്റ്റും. അപ്പോൾ ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂണിൻ്റെ അത്ര ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ശരിക്കും ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കുക. മിക്സിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/4 ഗ്ലാസ്സിൻ്റെ അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ബീഫിൻ്റെ വെള്ളം ഇറങ്ങി വരും. എന്നാലും ഇനി അടിക്ക് പിടിക്കണ്ട എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നമുക്കൊരു 3 വിസിൽ കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടീനെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂണിൻ്റെ അത്ര മുളക് പൊടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിൻ്റെ അളവ് കൂട്ടാം. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂണിൻ്റെ അത്ര മുളക് പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ 1 കിലോ ചിക്കനിക്ക് ഇത്ര എടുക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അത്ര ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളത്. അതുപോലെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അത്ര വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പട്ടയും ഒരു 2-3 ഗ്രാമ്പും പിന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അത്ര കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നല്ലോണം ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഇതിൻ്റെ പച്ചമണെല്ലാം പോകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് പൊടിച്ചിട്ട് എടുക്കണം. മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. ഒന്ന് തണിഞ്ഞിട്ടായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തേങ്ങ വറുത്തെടുത്തിട്ട് അതിലേക്ക് റെഡിയാക്കി വെക്കാൻ. അപ്പോൾ ഒരു 1/2 മുറി തേങ്ങ ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ ഒടിച്ചെടുത്തിട്ട് അതിനെ ഒന്ന് ചരച്ചെടുക്കുക. അപ്പോൾ 2-3 ആൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായി ഞാൻ യൂസ് ചെയ്യുന്ന ഈ കോക്കോനട്ട് സ്ക്രാപ്പറിൽ എങ്ങനെ ഈ തേങ്ങ ഒന്ന് ചിരവിയെടുക്കുന്നതെന്ന്. അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് എങ്ങനെ ചിരവുന്നതെന്ന് പറഞ്ഞിട്ട്.
ഇതുപോലെ ചരിച്ചെടുത്താൽ മതി. അപ്പോൾ തേങ്ങൻ്റെ മുകളിൽ ഒരു കൈ വെച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രണ്ടും ബാക്കും ആക്കി കൊടുത്താൽ മതി. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൾക്കാർക്ക് ഇതിനെ ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ടും ചിരവിയെടുക്കാൻ പറ്റും. അപ്പോൾ ഏത് സൈഡിലേക്ക് നിങ്ങൾക്ക് ശരിക്കും ഒന്ന് ചിരവിയെടുക്കാൻ കഴിയുന്ന ആ സൈഡിലേക്ക് ചരിച്ചെടുത്താലായി. ഇനി ഈ തേങ്ങനെ ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇതിനൊന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. തേങ്ങൻ്റെ കളറ് ശരിക്കൊന്ന് ചേഞ്ച് ആകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പിലും തേങ്ങയും കൂടി ഒന്നും കൂടി റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇതിനങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇറച്ചി വെന്തിട്ടുണ്ടാന്ന് നോക്കാം. അപ്പോൾ ഇറച്ചി എന്ന് പറയുന്നത് ഒരു 95% എങ്കിലും അത് കുക്കായിട്ടുണ്ടാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസിലും കൂടി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞങ്ങൾ നേരത്തെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ള ആ മസാലപ്പൊടി ഒന്ന് പൊടിച്ചിട്ടായിട്ട് മിക്സിയിലിട്ട് പൊടിക്കണം. പൊടിച്ചിട്ടായിട്ട് അതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ കറി വേണമെങ്കിൽ വേറെ പാനിലേക്ക് മാറ്റിയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മാറ്റിയിട്ട് ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ കുക്കറിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം ഞാൻ ഈ മസാലപ്പൊടി ഒന്ന് ഇട്ടിട്ടായ ശേഷം ഇതിനെ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ടിത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനൊരു കടായിലേക്ക് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കുക്കറിൽ തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ കണ്ടിന്യൂ ആക്കിയാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് പരന്ന ഒരു പാത്രത്തിനായിട്ട് ഞാൻ ഈ കടായി യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതിന് ഇനി ഒരു 5 മിനിറ്റോളം നമുക്കിനി കുക്കാവാൻ വെക്കണം. മസാലപ്പൊടി ഇപ്പോൾ ഇട്ടതേ ഉള്ളൂ അല്ല, അപ്പോൾ അത് പൊടിക്കാനായിട്ട്. അതുപോലെ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് ഡ്രൈ ആകുമ്പോൾക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ തേങ്ങൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു 2-3 മിനിറ്റോളം ഇതിനിങ്ങനെ കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റിൽ കുറച്ച് വെളുത്തുള്ളി തേങ്ങെണ്ണയിലൊന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ചതിച്ചിട്ട് തന്നെ ഇടണം. മിക്സിയിൽ അരച്ചിട്ടൊന്നും ഇടരുത്. ഇങ്ങനെ നല്ലോണം ചതിച്ചിട്ട് ഇനി ഇതിനെ നമുക്ക് കറിയിലേക്ക് ഇടണം. അപ്പോൾ കറിയിലേക്ക് ഇടാനായിട്ട് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. ഇതിലേക്ക് നിർബന്ധമായിട്ട് കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്താൽ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും കിട്ടുള്ളൂ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് ആ വെളുത്തുള്ളി ഒന്ന് ഇതിൽ ഫ്രൈ ആക്കിയിട്ടായിട്ട് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനെ കറിയിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇതിന്ന് ഞാൻ അങ്ങോട്ട് മാറ്റുമ്പോൾ ക്യാമറ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം.
ഇനി ഇതിലേക്കുള്ള ഒറോട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒറോട്ടിക്കായിട്ട് ഞാനിവിടെ പൊടി യൂസ് ചെയ്യുന്നുള്ളത് ഇത് മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ച പൊടി. അപ്പോൾ ഈ പൊടി ഉണ്ടാക്കുന്നതിൻ്റെ അളവ് എന്ന് പറയുന്നത് 10 കിലോ പച്ചരിക്ക് 3 കിലോ പൂങ്ങലരി കൊടുത്തിട്ട് പൊടിപ്പിക്കൽ. അഥവാ നിങ്ങൾ പൊടിപ്പിക്കാതെ അരച്ചിട്ട് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് 1 ഗ്ലാസ് പൂങ്ങലരിക്ക് 1/2 ഗ്ലാസ് പച്ചരി ഇട്ടിട്ട് അതിനെ ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് വെക്കുക. ഒരു 6 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇതിനെ അരച്ചെടുക്കുക. പത്തിരിൻ്റെ അതേ പാകത്തിൽ ഒന്ന് അരച്ചെടുത്താലായി. എന്നിട്ട് ഇതിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിനെ പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി. പത്തിരിന് കുഴക്കുന്ന പോലെ ചൂടുവെള്ളത്തിലൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. സാധാ പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് എടുത്താൽ മതി. അപ്പം ഞാനിവിടെ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ 3 ഗ്ലാസ് അല്ലെങ്കിൽ 3.5 ഗ്ലാസ് വരെ വെള്ളം വേണ്ടി വരും. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് ഇതിന് പറയാൻ പറ്റില്ല. അരിൻ്റെ ഡ്രൈനെസ് എങ്ങനെ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കൽ. അതേപോലെ പത്തിരിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത് വരെ ഇതിനെ കുഴച്ചെടുത്താലായി. ഇതുപോലെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒറോട്ടിക്കുള്ള ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഒറോട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒറോട്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു പാന് മണ്ണിൻ്റെ പാന് യൂസ് ആക്കുന്നുള്ളത്. സാധാ പാനിലും നിങ്ങൾക്ക് യൂസ് ആക്കാനാവും. അപ്പോൾ ഇതിന് ഒറോട്ടി എന്ന് പറയുന്നത് കയ്യിൽ പരത്തിയെടുക്കുന്ന റോട്ടിക്കായിട്ട് ഒറോട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കയ്യിൽ എങ്ങനെ പരത്തുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നല്ലൊരു ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വലുപ്പമുള്ള ഒരു കോട്ടൻ്റെ തുണി എടുക്കുക. ഇനി നമുക്ക് ഡോന്ന് ഒരു കുറച്ച് പോർഷൻ എടുത്തിട്ട് ഇതുപോലൊരു ബോളാക്കിയിട്ട് ഇതുപോലെ കയ്യിൽ പരത്തി കൊടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എടുക്കുന്നത്ര മാവല്ല, കുറച്ചധികം മാവ് ഇതിനാവശ്യമുണ്ട്. എന്നിട്ട് കഴിയുന്നത്ര തെളുപ്പായിട്ട് ഇതുപോലെ പരത്തി കൊടുക്കാം. സൈഡിൽ ഇതുപോലെ കൈ കൊടുത്തിട്ട് ഒന്നും കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഷേപ്പിൽ കിട്ടും. പിന്നെ ഫസ്റ്റ് ടൈം തന്നെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടണമെന്നൊന്നുമില്ല. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഷേപ്പാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഓട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഓടിൽ ഇതും പരത്തിയിട്ട് ആയിട്ടുണ്ട്. ഈവനായിട്ട് പരത്തിയെടുക്കണം ഇതിനെ. അപ്പോൾ തവ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. സാധാ സൺഫ്ലവർ ഓയിൽ തന്നെ. എന്നിട്ട് ഒരു ടിഷ്യോ അല്ലെങ്കിൽ ഒരു തുണി കൊണ്ട് ഇതുപോലെ റബ്ബ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പരത്തി വെച്ചിട്ടുള്ള ഈ റോട്ടീനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തുണി കൊണ്ട് തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കണം. കൈ കൊണ്ട് എടുത്തിട്ട് ഇട്ട് കൊടുക്കാൻ പോയാൽ അത് പൊട്ടും. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് വേറൊരു മാവും കൂടി എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് വിട്ട് വരും. എന്നിട്ട് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കുക. ഒരു 30 സെക്കൻഡ് ഒരു സൈഡ് ആയ ശേഷം ഇതിനെ തിരിച്ചിട്ട് കൊടുക്കണം. ഒരുപാട് സമയമെങ്കിൽ നമുക്ക് ഈ ഒറോട്ടി പൊന്തിട്ട് കിട്ടില്ല. അപ്പോൾ അത് വേവുന്ന സമയത്ത് നമുക്ക് രണ്ടാമത്തെ ഒറോട്ടിക്കുള്ള മാവ് പരത്തിയെടുക്കാം. ഇത് പരത്തി കഴിയുന്ന സമയത്ത് മറ്റേ ഒറോട്ടി റെഡി ആയിട്ടുണ്ടാവും. ഇതുപോലെ ചെറിയ ബബിൾസ് വരാൻ കഴിയുമ്പോൾ ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആയെങ്കിലൊന്നും പ്രശ്നമില്ല. ഇത് കത്തിയതൊന്നല്ല, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാകുന്ന ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ. അത് ബബിൾസ് വരുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുത്താൽ നല്ലോണം പൊന്തിയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി അതേപോലെ രണ്ടാമത്തെ ഒറോട്ടിയും ഉണ്ടാക്കിയിട്ടെടുക്കാം.
ഇനി ഇതുപോലെ എല്ലാം ചുട്ടെടുക്കുക. അപ്പോൾ നമ്മളെ ബീഫ് കറിയും ഒറോട്ടിയും റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ആക്കി നോക്കണം. ട്രൈ ആക്കി നോക്കിയാൽ ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇഷ്ടമായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. Bye bye. Thanks for watching.